ഹലോ. ഇന്ന് സ്കൂളിൽ എത്തിയ ഉടനെ തന്നെ കുട്ടികളെല്ലാവരും ഇതാ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു ടീച്ചറെന്നും പറഞ്ഞിട്ട് ഗേറ്റിനടുത്ത് എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ ഒരു കുട്ടിയുടെ മുടിയിൽ വെച്ചൊരു പൂവാണ്. നല്ല രസമല്ലേ കാണാൻ. ഇന്ന് സ്കൂളിലേക്ക് ഞാൻ സാരി ഉടുക്കാമെന്ന് ഓർത്തു. അതുകൊണ്ട് ഇന്ന് സ്കൂളിൽ പോകുമ്പോൾ സാരി ഉടുത്തോണ്ടായിരുന്നു കേട്ടോ ഞാൻ പോയത്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. ഉച്ചയ്ക്ക് ഇന്ന് നല്ല ഫുഡായിരുന്നു കേട്ടോ. ചോറ്, പച്ചക്കറി, തൈര്, മുട്ടയുടെ ഫ്രൈ, ചമ്മന്തി ഒക്കെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഞാൻ 4ാം ക്ലാസ്സിലായിരുന്നു. 4ാം ക്ലാസ്സിൽ കയറി കുട്ടികൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവിടെ കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി കുട്ടികളെല്ലാം LSSൻ്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് പോയിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പിന്നെ അവരുടെ കൂടെ വെറുതെ തമാശ പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ 2ാം ക്ലാസ്സിലെ കുട്ടികളുടെ കൂടെ ലാബ് കയറി അവരുടെ കൂടെ ഓരോ ഗെയിമൊക്കെ ചെയ്തു കേട്ടോ. ക്ലാസ് വിട്ടതിന് ശേഷം അനു അഭിനയിച്ചും പുൽപ്പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവർക്ക് കഫേയിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ വന്നത്. പക്ഷേ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. ചില മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നടന്നില്ല കേട്ടോ. ഫിദു ആ നേരത്ത് ഞങ്ങളുടെ സീനിയറായ താത്തേനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. താത്ത അവിടെ ഒരു ഷോപ്പിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഫിദുവിനും അനുവിനും എന്തൊക്കെയോ പ്രിൻ്റ് എടുക്കാനുണ്ടായിരുന്നു. പിന്നെ അഭിനയിച്ചിക്കും എടുക്കാനുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു ഫാൻസി ഷോപ്പ് കയറി അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. വാങ്ങി തിരിച്ചു വരുമ്പോഴാണ് ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്തുള്ള ആൻറ്റീൻ്റെ അങ്ങളുടെ വീടാണ് കേട്ടോ അത്. അവരിവിടെ ഇല്ലായിരുന്നു, ഗൾഫിലായിരുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ ഞങ്ങളെ വിളിച്ച് കുറേ സംസാരിച്ചു. അവിടെ കുറേ ചെടികളുണ്ട് കേട്ടോ. പല നിറത്തിലുള്ള റോസാപ്പൂക്കളുണ്ട്. വെള്ള, ഓറഞ്ച്, മഞ്ഞ, റോസ്, പല നിറത്തിലുള്ളത്. വീടിൻ്റെ പുറകുവശത്തായിട്ട് സപ്പോട്ട, അവക്കാഡോ പോലുള്ള ഫ്രൂട്ട്സിൻ്റെ മരങ്ങളുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹോസ്റ്റലിലേക്ക് വിട്ടു. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ.